വിലക്കുറവും സെലക്ഷനും വാക്കുകളിലല്ല, നേരിട്ടറിയൂ. ഫ്രണ്ട്സ് ഫുട്വെയർ ആൻഡ് ബ്രാൻഡഡ് ഷോറൂം, അക്ഷയ കേന്ദ്രത്തിന് സമീപം, ചെമ്പനഴികം ബിൽഡിംഗ്, കുളത്തുപുഴ. ആലയമൺ കണ്ണംകോട് ജെറുസലേം മർത്തോമ പള്ളിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബൈക്ക് റാലിയും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. പള്ളി അങ്കണത്തിൽ നിന്നും ആരംഭിച്ച ബൈക്ക് റാലി കടയ്ക്കൽ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സുബിൻ തങ്കച്ചൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ആലഞ്ചേരി, കറവടം, പുത്തയം എന്നിവിടങ്ങളിൽ പര്യടനം നടത്തിയ ബൈക്ക് റാലി തിരികെ പള്ളിയിൽ സമാപിച്ചു. Keremanggalam Inspector, Excise Inspector, Robin Sarah. പിന്നീട് നടന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് ചടയമംഗലം എക്സൈസ് ഇൻസ്പെക്ടർ AK രാജേഷ് നയിച്ചു. 5 കൊല നടത്തിയതിനു ശേഷം 6ാമതൊരു കൊലയും നടത്താൻ പോയി, ഒരു അറ്റംപ്റ്റ് നടത്തി. അതിലൂടെയാണ് ശരിക്കും പറഞ്ഞ അവനാണ് നമുക്ക് മാതൃകയായത്. അപ്പോഴാണ് നമ്മൾ ഉണർന്നത്. കുറേ പേര് ലഹരി വിരുദ്ധ ബോധവൽക്കരണവും അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ എല്ലാം ഒരുക്കാൻ തുടങ്ങി. എന്തുകൊണ്ട് അങ്ങനെ ഒരുക്കാൻ തുടങ്ങി? ആ പയ്യൻ്റെ കാര്യത്തിലേക്ക് പോരാ. ആ പയ്യന് ഒരു കാമുകി, BSc കെമിസ്ട്രിക്ക് 2ാം വർഷം പഠിക്കുന്ന കുട്ടിയാണ്. BSc കെമിസ്ട്രി എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വിവരവും ബോധവും ഒക്കെ ഉള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടി ആണ് ഇവനെ സ്നേഹിച്ചത്. സ്നേഹിക്കാനുള്ള അടിസ്ഥാന യോഗ്യത നിങ്ങൾ മനസ്സിലാക്കണം. ഒരാളെ സ്നേഹിക്കാനുള്ള അടിസ്ഥാന യോഗ്യത ആ കുട്ടി കണ്ടെത്തിയത് അവന് 2.25 ലക്ഷത്തിൻ്റെ ബൈക്ക് ഉണ്ടായിരുന്നു. അതാണ് ഒരു കാരണം. 2.25 ലക്ഷത്തിൻ്റെ ബൈക്ക് ഉണ്ടായിരുന്ന ഒറ്റ കാരണമാണ് ഈ കുട്ടി BSc കെമിസ്ട്രി പഠിക്കുന്ന ഒരു കുട്ടി ഇവനെ സ്നേഹിച്ചത്. പിന്നെ 2ാമത്തെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് അവൻ്റെ മുടി മുകളിലോട്ട് ഇങ്ങനെ നീട്ടിരിക്കുകയായിരുന്നു. 2ാമത്തെ കാരണം. ചടങ്ങിൽ പൗരോഹിത്യ ജീവിതത്തിൽ 20 വർഷങ്ങൾ പൂർത്തീകരിച്ച ഇടവക വികാരി ഫാദർ ബിപിൻ V. മാത്യുവിനെ ആദരിച്ചു. ഇടവക സെക്രട്ടറി അനിൽ വർഗീസ്, ഇടവക വികാരി ബിപിൻ V. മാത്യു, ട്രസ്റ്റിമാരായ ജോർജ് മാത്യു, സജി മത്തായി, ഫാമിലി കൗൺസിലർ രാജു കുറ്റിക്കാട് എന്നിവർ പ്രസംഗിച്ചു. നാട്ടുവാർത്ത, അഞ്ചൽ.